ലഹരിക്ക് പകരം ഉപയോഗിക്കാവുന്ന മരുന്ന് നൽകാത്തതിൽ മെഡിക്കൽ സ്റ്റോർ അടിച്ചു തകർത്ത യുവാക്കൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അപ്പോളോ മെഡിക്കൽ സ്റ്റോറാണ് അടിച്ചു തകർത്തത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24 പ്രേക്ഷകർ ഇതാ കണ്ടുള്ളൂ. ആദ്യം അടിച്ചത് ആ ബൈക്കാണ് കേട്ടോ. ആദ്യം ബൈക്ക് ആണ് അടിച്ചത്. സലീം മാലിക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സലീം, എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ? ലഹരിക്ക് വേണ്ടി ലഹരി കിട്ടാത്തപ്പോൾ അതിന് പകരമായി വയ്ക്കുന്ന ഗുളിക അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നത് കൊടുത്തില്ല, അപ്പോൾ അടിച്ചു തകർത്തു. ഇതാണ് സംഭവം അല്ലേ? ഡോക്ടറുടെ കുറിപ്പുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ മെഡിക്കൽ സ്റ്റോർ ഉടമ പറഞ്ഞു. അല്ലെ, കുറിപ്പില്ലാതെ കൊടുക്കാൻ പാടില്ല. അവരെ ചട്ടം പറയൂ സലീം മാലിക്. പ്രജിൻ വിജയകുമാർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഒരു അതിക്രമം. അത് ആ യുവാക്കൾ, ആ 3 യുവാക്കൾ അവിടെ അഴിഞ്ഞാടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്. ആദ്യം ആ ബൈക്കിന് നേരെ ഒരു വടിയെടുത്ത് അടിക്കുന്നു. അതിനുശേഷം ബാക്കി യുവാക്കൾ എല്ലാവരും പ്രകോപിതരാകുന്നു. ആ കടയുടെ ചില്ല അടിച്ചു തകർക്കുന്നു. അത് കഴിഞ്ഞും മതിയാകാതെ ഒരു വലിയ പാറക്കല്ലെടുത്ത് ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് എറിയുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇവർ പറയുന്നത് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന അപ്പോളോ മെഡിക്കൽ ഷോപ്പിലായിരുന്നു ആക്രമണം ഉണ്ടായത്. ഈ യുവാക്കൾ, ബൈക്കിലെത്തിയ യുവാക്കൾ അവിടുത്തെ കടയിലെ ജീവനക്കാരനോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ ലഹരിക്ക് പകരം ഉപയോഗിക്കുന്ന മരുന്ന്, ഉറക്ക ഗുളികയ്ക്ക് സമാനമായ മരുന്ന് നൽകണമെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അത്തരത്തിലുള്ള മരുന്ന് നൽകാൻ കഴിയില്ല എന്ന് ഈ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ പറഞ്ഞതോടുകൂടിയാണ് ഇവർ ഈ നിലയിൽ ആക്രമണം നടത്തിയത്. ആ ബൈക്ക് പൂർണ്ണമായും തകർത്തുകൊണ്ടായിരുന്നു ഇവരുടെ ആക്രമണം. അതിനുശേഷം ഈ ഷോപ്പിലെ ഗ്ലാസുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. അതിന് പിന്നാലെ ശബ്ദം കേട്ട് പരിസരവാസികൾ ആ സമയത്തേക്ക് അർദ്ധരാത്രി ആയതിനാൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്നപ്പോഴേക്കും അക്രമികൾ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. പിന്നാലെ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വല്ലാതെ ചെറിയ കുട്ടികളാ. എനിക്കൊന്ന് ഇവർക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. യുവാക്കളല്ല, വിദ്യാർത്ഥികൾ തന്നെയാണെന്നാണ്. ഒരുപക്ഷെ പോലീസിന് ഈ CCTV ഫുട്ടേജിൽ നിന്ന് ഈ പ്രതികളെ പറ്റിയുള്ള വിവരങ്ങൾ വേഗത്തിൽ കിട്ടുകയും ഇവരെ പിടികൂടാൻ കഴിയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ പിടിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളുടെ സോഴ്സ് അറിയാൻ പറ്റും. കാര്യം ഇവരെ പോലീസ് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം. കാരണം ഇത്തരം ലഹരി മരുന്നുകളൊക്കെ തന്നെ കേരളത്തിൽ ഒഴുകാൻ പാടില്ല. ഒഴുകിയതിന്റെ ദുരന്തമാണ് പലയിടത്തും നമ്മൾ കൊലക്കത്തിയുമായിട്ട് ആളുകൾ വരുന്നതൊക്കെ കാണുന്നത്.